രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിയമസഭയിലേക്ക് ഇത് 6ാം ഊഴമാണ്. മുൻ പ്രതിപക്ഷ നേതാവാണ്. ഹരിപ്പാട്ട് നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ഏറ്റവും പരിചയസമ്പന്നരായ നേതാക്കളിൽ ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ നമ്മൾ കാണേണ്ടത്. PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ തന്നെ ഏറ്റവും സീനിയറായ മറ്റൊരു നേതാവ് ഈ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളാൻ പോവുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു. തൊട്ടു പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി എന്ന വളരെ സീനിയറായ നേതാവ്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അവിടെ വലിയ കരഘോഷമുണ്ട്, മുദ്രാവാക്യം വിളിയുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷമായി കാത്തിരുന്ന നിമിഷമാണിത്. മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നുള്ളത് രാവിലെ മുതൽ തന്നെ ആ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഇരിപ്പിടമെല്ലാം പൂർണ്ണമായും നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമ്മൾ പുലർച്ചെ മുതൽ തന്നെ കണ്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്നുമുള്ള പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വേദിയും നിറഞ്ഞു, സദസ്സും നിറഞ്ഞു. അങ്ങനെ അത്യപൂർവമായൊരു കാഴ്ചയ്ക്ക് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.